Hey, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചക്കലത്തേക്ക് ഒരു പരിപാടി ഒപ്പിക്കുകയാണ്. എല്ലാവരും ചെയ്യുന്നതാണ് ഈ സംഭവം, എന്നാലും നമ്മളും ചെയ്യുവാണ്. അതായത് സാമ്പാറായ അങ്ങക്ക് ഭയങ്കര ഇഷ്ടം. സാമ്പാർ എന്ന് പറഞ്ഞാൽ അതിനകത്തെ എല്ലാ ഐറ്റങ്ങളും എന്ന് വെച്ചാൽ ചേന, ചൗക്ക, കത്തിരിക്ക, സവാള, ഈ മുളക് ബജ്ജി 2, പിന്നെ ഒരു നൂക്കിൾ അത്രയൊക്കെ ഇട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിൻ്റേതായ സാധനങ്ങളെല്ലാം അതിൻ്റെ തോല് കളഞ്ഞ് ക്രമപ്പെടുത്തി കട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. സാമ്പാറാണ് ഇന്നത്തെ പരിപാടി. ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചൗക്ക, അതിൻ്റെ തോലെടുക്കുക. മേലത്തെ അതിൻ്റെ സ്കിന്നൊക്കെ എടുത്തിട്ട് നമ്മൾ അടിപൊളിയായിട്ട് കട്ട് ചെയ്യും. ഇതാണ് ചൗക്ക. നാട്ടിലും ഉണ്ടാവും ഈ കായ്, ഭയങ്കര ടേസ്റ്റാ കായ്. അതായത് സാമ്പാറിൽ എല്ലാം ഇടാം. ഇത് ചൗക്ക ഇത് കത്തിരിക്ക, സവോള, ഇത് നൂക്കിൾ, ഇത് മുളക് ബജി എന്ന് പറയും. ആ ബജിയിൽ ഉണ്ടാക്കുന്ന മുളക്. ഇത് ഭയങ്കര എരിവായിരിക്കും. അപ്പം ചേന അതിൻ്റെ തോലൊക്കെ കളയാണ്. ചേനയുടെ തോലൊക്കെ കളയാണ്. സ്കിന്നൊക്കെ കട്ട് ചെയ്ത് പിന്നെ കുട്ടപ്പനാക്കി വെക്കുക. അപ്പം തോല് എല്ലാത്തിൻ്റെയും സ്കിന്ന് കട്ട് ചെയ്തു. ഇനി അത് കഷ്ണങ്ങളാക്കി ഇടുക. ഞാൻ അരിയുന്നു. ചേന അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അടുത്തത് ചൗക്ക, അതും ചെറിയ പീസാക്കും. ഇത് തോരൻ വെക്കാൻ നല്ല ടേസ്റ്റാ. നമ്മളിപ്പം പപ്പായ തോരൻ വെക്കത്തില്ലേ, അതേമാതിരി ടേസ്റ്റാണ് ഈ പറഞ്ഞ ചൗക്കായിട്ട്. ചിലർ പറയും വാദം പിടിക്കുന്നു, അതൊക്കെ ചുമ്മാതാ. ഞങ്ങൾ എപ്പോഴും ഇത് ഉപയോഗിക്കും, ഞങ്ങൾക്ക് ഒരു വാദവും പറ്റില്ല. നല്ല കായ, നല്ല ടേസ്റ്റാ. സാമ്പാറിൽ ഭയങ്കര നല്ല വേവിയും ചെയ്യും പെട്ടെന്ന്. നിങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കി ചൗക്ക, നാട്ടിൽ കിട്ടുമായിരിക്കും. ഇവിടെ എല്ലാ കടകളിലും ഉണ്ട്. ഇവിടെ എല്ലാ വെജിറ്റബിൾ ഷോപ്പിലും ഉണ്ട് ഈ ചൗക്ക. ഇവിടെ ചിലയിടത്തൊക്കെ കൂറെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ കൂട്ടി 20 രൂപ, ഒരു 3-4 കിട്ടും. അടുത്തത് നൂക്കിൾ ഗൈസ്, കണ്ടോ നൂക്കിൾസ്, നല്ലൊരു കായ കണ്ടോ, നല്ല ഫ്രഷ് കായ. അത് ഞാൻ വേണേ നാൽക്കാർ മേടിച്ചപ്പോൾ അവന്മാർ പഴയതെടുത്ത് ആദ്യം എൻ്റെ തന്നു. ഞാനപ്പം നോക്കുമ്പോൾ അതിന് ചെറിയ ഹോൾസൊക്കെ ഉണ്ട്. ഞാൻ അത് തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് പുതിയതുണ്ടെങ്കിൽ തന്നാൽ മതിയില്ല, ഇനി വേണ്ടാന്ന് പറഞ്ഞു. ഉടനെ അവന്മാർ ചാക്കഴിച്ച് 3 തന്നു. അങ്ങനെ നല്ല കായ കണ്ട, ഫ്രഷ് കായ.
അവര് ഭയങ്കര ഉഷാറാ വെജിറ്റബിൾ വിൽക്കുന്നവന്മാര്. പന്നലൊക്കെ എടുത്ത് ഫ്രണ്ടിൽ വെക്കും, നല്ലതൊക്കെ എടുത്ത് ഉള്ളി വെച്ചേക്കും. അതേമാതിരി മീൻകടയിലും അത് തന്നെ പരിപാടി. നമ്മളത് കെയർഫുള്ളാ വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ കുത്തുവള എടുക്കും. അങ്ങനെയാണ്. മീൻ കൂടെ അവന്മാർ പഴയതെടുത്ത് വെക്കും. തലേന്നിന്റെ മീനൊക്കെ കാണും. നമ്മളത് ചോദിച്ചു വാങ്ങിക്കണം. അവർ ഒരുമാതിരി ബോക്സ് ഉണ്ട്, പ്ലാസ്റ്റിക്. അതിന്റെ ഇതിനകത്താ വെക്കുന്നവർ, ഐസിട്ട് വെച്ചേക്കും. അങ്ങനെ എല്ലായിടത്തും അങ്ങനെയുള്ള തട്ടിപ്പൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. നല്ല ഫ്രഷ് കത്തിരിക്ക ഉണ്ടോ, നല്ല കത്തിരിക്ക. അങ്ങനെ കത്തിരിക്കായും അരിയാണ് ഗൈസ്. ഇന്നലെ ഞങ്ങളൊരു കറി ചെയ്തു ഗൈസ്. അത് എന്താന്ന് വീഡിയോ എടുത്തില്ല ഞാൻ, കാരണം ഞാൻ പുറത്തു പോയിരുന്നു. അതായത് 2 കറി ചെയ്തു ഇവിടെ. ഒന്ന് വറുത്തരച്ച ഇഞ്ചി പുളി, അത് നല്ല ടേസ്റ്റായിരുന്നു ഇന്നലെ. പിന്നെ രണ്ടാമതൊന്ന് ചെയ്തതെന്ന് വെച്ചാൽ ചേന കൊണ്ട് വറുത്തരച്ച കൂട്ടാൻ, അതും അടിപൊളി ടേസ്റ്റായിരുന്നു ഗൈസ്, നല്ലായിരുന്നു. അത് ഞാനിവിടെ ഇല്ലാതായിപ്പോൾ, ഞാൻ പുറത്ത് പോയിരുന്നു. ഞാൻ വീഡിയോ എടുത്തേനാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ റെഡിയായി. ഇനി ബാക്കി പാചകത്തിലേക്ക് പോവും. ഇത് മുളക ബജി, അത് വേറൊരു കാര്യം കേൾക്കണം നിങ്ങൾക്ക്. ഇന്നലെ ഞങ്ങളെ കുറേ 5-6 ബജി ഉണ്ടാക്കി, മുളക ബജി, വൈകുന്നേരം ചായക്ക് കുടിക്കാൻ നമ്മൾ. അപ്പോൾ കാണാം അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അതിൻ്റെ അരിയും കിരിയും അതിൻ്റെ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് ചെയ്തത്. ഒരെണ്ണം വിജേഷ് എടുത്ത് നിന്നപ്പോൾ ആണ് എരിഞ്ഞ് ഊപ്പെടുന്നയോ. പക്ഷെ എനിക്ക് കിട്ടിയ കുഴപ്പമില്ലായിരുന്നു, എരിവൊന്നുമില്ല. അത് ഭയങ്കര വിളവായിരുന്നു, അതുകൊണ്ടായിരിക്കും. അപ്പം ഈ സാമ്പാറിന് വേണ്ടിയുള്ള പരിപ്പ് മൈസൂർ പരിപ്പാണ്, ഫുൾ പരിപ്പ്. കായൊക്കെ കഴുകാണ്. ഇത് പരിപ്പ്. അപ്പോൾ അടുത്തത് പരിപ്പ് കഴുകുന്നു കേട്ടോ.
അങ്ങനെ പരിപ്പിലോട്ടെ മറ്റേ കായ്കളെല്ലാം കൂടെ ഇടുക. ഇപ്പോൾ തക്കാളി അരിയണം. നല്ല തക്കാളി, ഫ്രഷ് തക്കാളിയാണ് കട്ട് ചെയ്തിടുന്നു. തക്കാളി എത്ര എണ്ണം ഉണ്ട്? 4 തക്കാളി, 3 എണ്ണം കൈസ് കേട്ടോ. 3 തക്കാളി, അല്ല പഴുത്ത തക്കാളി. ഇത് ഫോം തക്കാളി എന്ന് പറയും, നാട്ടിയല്ല, ഫോം തക്കാളി. നല്ല ടേസ്റ്റ് അത്. തക്കാളി ഇവിടെ ബാംഗ്ലൂരിൽ 25-30 നല്ല റേറ്റാ, ക്വാളിറ്റി മേലെ. തക്കാളി അരിയുക. തക്കാളി, അടുത്ത സവോള, വലിയ ഉള്ളി, അതും അരിയുക. രണ്ട് 3 തക്കാളി പറഞ്ഞാൽ അതിൻ്റെ അടിയിലുണ്ടായിരുന്നു, അവിടെ കട്ട് ചെയ്യും അടിയിലേക്ക്. ഇനി ഒരു വെങ്കായം കൂടെ ഉണ്ട്, അത് കടുക് വറക്കാൻ എടുക്കാം. ബാക്കി എല്ലാ കായും വെട്ടിയിലിട്ടു. ഒരുപാട് ഇത്രയായി. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മളെ ഇത് ചെറിയൊരു ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു. ചുരുളാവുന്നു. കടുക് ഇടുന്നു. കടുക് പൊട്ടോ, കടുക് പൊട്ടുന്നുണ്ടോ? കരിയാപ്പില, സവോള ഇടുന്നു. അതിനകത്ത് സവോളത്ത് ഇനി അതിനെ ഇളക്കണം. ഇളക്കുന്നു. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ എന്ത് കുക്കറിൻ്റെ ആവി പൊയ്ക്കൊണ്ടിരിക്കുക. അല്ല, ആവി തോന്നുന്നുണ്ടത്. ഇവിടെ സവാളയും കരിയാപ്പിലയും എണ്ണയിൽ കിടന്ന് അങ്ങനെ ഇതാവുക. മസാലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇടണം. ഇച്ചിരി ബ്രൗണിഷ് ആവണം. അതിനകത്ത് സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, 4 ഐറ്റം എല്ലാം ഒന്നിച്ച് ചേർത്ത് വെച്ചിരിക്കുക. ഇവിടെ അത് മൂക്കണം. മൂക്കുമ്പോൾ ഇതങ്ങോട്ട് തട്ടുകയാണ്. പൗഡർ തട്ടി, അതായത് മസാലയെല്ലാം തട്ടി ഒന്ന് ഇളക്കി കൊടുത്ത് ചേർത്ത് പിടിക്കും. വെള്ളം ഒഴിച്ചു, ശകലം വെള്ളം ഒഴിച്ചു ഇളക്കുന്നു. മസാലയെല്ലാം ഒഴിച്ച് ഇപ്പം
കുക്കർ പെതുക്കെ തുറന്നു. സാമ്പാറിൻ്റെ കായൊക്കെ വെന്ത് പരിപ്പൊക്കെ വെന്ത് ഉണ്ടാവും. കപ്പനായി ഗൈസ്. അപ്പം അതിലോട്ട് അങ്ങ് ഒഴിക്കുകയാണ്. ഒഴിച്ചു. ഇനി ശകലം വെള്ളം അതിലൊഴിച്ചാണ് ഇളക്കുക. അതൊക്കെ വെന്തെന്ന് തോന്നുന്നു. പിന്നെ പുളി ഒഴിക്കുകയാണ്. വാളംപുളി ഒഴിച്ചു ഇളക്കുന്നു. ഒക്കെ ഉണ്ടാ ഒക്കെ കറക്റ്റാണ്. എന്നാലും ഇച്ചിരി ഒരു ചുട്ടക്ക ഇടാം. ഒരു ചുട്ടക്ക ഉപ്പ് ഇട്ടു. ഇവിടെ ഇളക്കുന്നു. ഇച്ചിരി പുളിയോടെ ഒഴിച്ചു. അടിപൊളി സാമ്പാർ. ഭക്ഷണങ്ങളെല്ലാം കേട്ടോ. തീ കുറച്ചു ഒന്ന് തിളക്കട്ടെ. തിളയ്ക്കുന്നു. പായത്തിന്റെ മണം അത്ര ഇല്ല. ശകലം കൂടെ ഇട്ടോ കൊല്ലം. ശക്കലം ഒരു ചുട്ടുക ഇടും. കൂട്ടത്തിൽ ഇടുന്നുണ്ട് അറിയില്ല. മതി ഇളക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം മണം വരുന്നുണ്ട്. അത് നമ്മൾ കോൾഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അറിയില്ല. അപ്പം എല്ലാവരും ഇത് കാണുക. നിങ്ങൾ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും സാമ്പാർ ചെയ്യും. എന്നാലും ഞങ്ങളൊന്ന് കാണിച്ചതന്നേ ഉള്ളൂ. അതിനോട് ഇച്ചിരി മല്ലിയില ഇടും. അത് മറന്നുപോയി കേട്ടോ. സോറി കേട്ടോ. മല്ലിയില ഇട്ട് ഒന്ന് ഇളക്കും. അപ്പോൾ നല്ല ഗ്രീൻ കളർഫുൾ ആയിരിക്കും. ടേസ്റ്റ് നല്ലതായിരിക്കും. മല്ലിയില ഇട്ട സാമ്പാർ എന്നാണ് അതിൻ്റെ പേര്. നല്ല ടേസ്റ്റ്. അടിപൊളിയാണ്. അടിപൊളി ടേസ്റ്റ്. കളറൊക്കെ കണ്ടോ? ഗ്രീനിഷ്. ബ്യൂട്ടിഫുൾ. ഓക്കെ ഗൈസ്, താങ്ക് യു.